ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളാടാ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ 10 പറയാണ്. അപ്പോൾ നമ്മുടെ തട്ടകത്ത് അമ്പലത്തിൽ പൂരാണ് മാർച്ച് 4. അപ്പോൾ അത് കാരണം പറ വരുന്നതിൻ്റെ ചടങ്ങാണ്. ഇവിടെ അരിമാവ് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ അണിയും കേട്ടോ. ഇവിടെ 10 പറയ്ക്കും, 10 കളങ്ങളാക്കിയിട്ട് അണിയും. അതിനുള്ള സംഭവം അരിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഈ പൂളയില്ലേ, മുള്ളുള്ള മരം, പൂള. ഇനി നമ്മൾ പൂളാന്ന് പറയാം, വേറെ നിങ്ങളൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ തൊലി എടുത്തിട്ട് ചതച്ചിട്ട് അതിങ്ങനെ കൊഴുപ്പ് പോലെ, അതായത് നമ്മുടെ കയ്യിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ ചതച്ചരിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ള സാധനമാണ്. അതാണ് കേട്ടത്. അതിട്ടിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യണം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ. എന്നിട്ടാണ് നമ്മുടെ കലയിലേക്ക് നമ്മൾ പോണത് കേട്ടോ. ആദ്യം നമ്മൾ ചോക്കൊണ്ട് ജസ്റ്റ് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കളം ഞങ്ങൾ വരച്ചിട്ടുണ്ട് 10 പറയ്ക്കുള്ളത്. അത് കാണിച്ചു കൊടുത്തു. ഇതേപോലെ റൗണ്ട് വരുമോ എന്നാണ് എനിക്കിപ്പോൾ സംശയം. ഈ മാവ് അരച്ചത് അമ്മേട്ടാ. ഇതോ ഈ പൂളയുടെ തൊലിയൊക്കെ സെറ്റാക്കിയത് അമ്മയാണ് ഇതിൻ്റെ മെയിൻ മാസ്റ്റർ പീസ് എന്ന് പറയില്ലേ, അത് അമ്മേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ അണിയാൻ നോക്കുകയാണ്. ഈ പറകളൊക്കെ നമ്മൾ പറകളൊക്കെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വിടുന്ന കേട്ടോ. നമ്മുടെ വീട്ടിൽ ആകെ ഒരു പറയുള്ളൂ. അപ്പോൾ അത്രയും പറ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഓരോ വീടുകളിൽ നിന്ന് മേടിക്കുമ്പോൾ അത് ഭയങ്കര ചടങ്ങാണ്. അത് കാരണം അമ്പലത്തിൽ നിന്ന് അച്ഛൻ പോയിട്ടിപ്പോൾ കൊടുന്നിട്ടുള്ള പറയാണ്. ഇനി നമുക്ക് നോക്കാമല്ലേ. സംഭവം ഒരുവിധം സൈസായിട്ട് തോന്നുന്നു. നോക്കി നോക്കാം. കമോൺ. അമ്പലമുണ്ട്, തറവാട്ടമ്പലം. വിഷ്ണുമായ, ഭഗവതി വിഷ്ണുമായ മുത്തപ്പൻ ഞങ്ങളുടെ കുടുംബത്തുണ്ട്. അതിനെ വിളക്കോളെല്ലാം കിട്ടിയതാണ് ഇപ്പോൾ ഈ വെച്ചെടുക്കുന്നത്. തിരിയിട്ടിട്ട് എണ്ണ കത്തിക്കാൻ പറയ്ക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെയുള്ള പറ കൊടുക്കലാണ്. എൻ്റെ മോളുടെ കല്യാണത്തിനും കൊടുത്തു 10 പറ. അതേപോലെ മോൻ്റെ കല്യാണത്തിന് നേർന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ല, പ്രാവശ്യം കൊടുക്കുകയാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾ മോൻ അരി ഇതാ അണിയണം പറയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ അണിയൽ അങ്ങനെ അവസാനിക്കാറാവുകയാണ് കേട്ടോ. ഇത് നമുക്ക് കളത്തിന് കലശം ഇതൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ അമ്പലത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പൽപ്പമിടുക എന്ന് പറയും. അതായത് ഈ കളർ പൊടി വെച്ചിട്ട് നമ്മളിങ്ങനെ കള്ളി വരച്ചിട്ട് പൽപ്പമിടും, കർമ്മം കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവങ്ങൾക്ക്. അങ്ങനെ വരച്ചിട്ടൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ നമ്മളിങ്ങനെ കാണാത്തിരി വൃത്തിയിൽ ഇങ്ങോട്ട് വരച്ചു എന്ന് മാത്രം. പിന്നെ നമ്മളത് വരയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വര അങ്ങനെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിട്ടോ. ഇനി ഇതാ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളൂ. കഴിഞ്ഞതിന് കുറച്ച് കലാപരിപാടികൾ കൂടി ഉണ്ട്, കുറച്ച് ഡിസൈൻ വർക്ക് കൂടി ഉണ്ട്. വീഡിയോ കാണുന്ന നിങ്ങൾ ഇതേപോലെ പറയ്ക്ക് അണിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ പറയൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മളിങ്ങനെ എല്ലാ കൊല്ലം ചെയ്യാറുള്ളതാണ്. നിലത്തൊക്കെ അണിയിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു തിണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ അണിയണ ഒരു പരിപാടിയാണ്. അതെല്ലാ കൊല്ലവും നമ്മൾ ഇങ്ങനെ തരയുടെ മുകളിലൊക്കെ മൊത്തം വെച്ചിട്ട് ഇങ്ങനെ ഒറ്റിച്ചിട്ട് നല്ലൊരു ഡിസൈൻ പോലെ കുരുത്തോല കെട്ടി ഞാത്തിയതിൻ്റെ ഒരു ഭംഗി കിട്ടാനായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അത് അങ്ങനെ നമ്മുടെ നിലവിളക്കിലൊക്കെ ഇതവിടെ തിരിയൊക്കെ ഇട്ട് വെച്ച് അരി തുളസിപ്പൂവൊക്കെ ഇതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളൊക്കെ നടത്തുന്നുണ്ട്. ആ
നമ്മുടെ പറ ഇതവിടെ എത്താറായിട്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ 2 വീടിൻ്റെ അപ്പുറം എത്തിയിട്ടുണ്ട് എല്ലാം. അത് അങ്ങോട്ട് കൊടുക്കാനുള്ളത്.